ശത്രുവിനെ ഒഴിവാക്കുന്ന കാര്യം ജോൺസേട്ടൻ മുന്നത്തെ വീഡിയോയിൽ പറയണ്ടായി. നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ ശത്രുക്കൾക്കും നമ്മളോട് ഇപ്പൊ സ്നേഹമായിട്ട് മാറും. സത്യത്തില് എല്ലാ ശത്രുക്കൾക്കും സ്നേഹമായിട്ട് മാറണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശത്രുവിന്റെ ചിന്തയിൽ മിസ്റ്റേക്ക് മാറ്റി കഴിഞ്ഞാലാണ് ആ ശത്രുത മാറുമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പലതരം മനുഷ്യരുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൃഗവും മനുഷ്യനും തമ്മിൽ കാര്യമായിട്ട് മാറ്റില്ല. ഭൂരിഭാഗം ആളുകൾ ഈ മൃഗങ്ങളുടെ പോലെയുള്ള ക്യാരക്ടർ ബേസാണ്. അപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ചിന്തയിൽ മിസ്റ്റേക്ക് മാറ്റാം. പക്ഷെ മൃഗങ്ങളുടെ പോലെയുള്ള ആളുകൾ, നമുക്ക് മൃഗസ്വഭാവമുള്ള ആളുകളെ നമ്മൾ എങ്ങനെ കാണും? നമുക്ക് ചില ആളുകൾ നോക്കിയിട്ടുണ്ടാകും, എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കും. അല്ലാത്ത സമയത്ത് നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവർക്കൊരു കാര്യം നടക്കണം, ആ ആവശ്യത്തിന് നമ്മൾ മൃഗങ്ങൾക്ക് നോക്കിയിട്ടുണ്ട്. നമ്മൾ തീറ്റിട്ട് കൊടുത്തു, വെള്ളം കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് സ്നേഹമാണ്. പക്ഷേ ഈ തീറ്റ കിട്ടിയില്ല അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ സ്വഭാവം മാറും. അപ്പോൾ ചില ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കാണുമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കണം, ചായ മേടിച്ചു കൊടുക്കണം, ഇതൊക്കെ ചെയ്യേണ്ടി വരും. സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നമ്മളോട് സ്നേഹം, അല്ലാത്ത സമയത്ത് യാതൊരു ബന്ധമില്ലാത്ത പോലെ പെരുമാറി പോകും. ഇതേപോലെ അത് പല സംഘടനയിലുള്ള ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില മത സംഘടനകൾ, അവർ ഫണ്ട് പിരിക്കാനായിട്ട് വരുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് വരും. ബാക്കി സമയത്ത് നമ്മളെ കണ്ടറിയാത്ത പോലെ ഒരു പെരുമാറും. ഇതേപോലെ തന്നെ പല മത സംഘടനയിലുള്ള ആളുകളും മത രാഷ്ട്രീയക്കാരും ഇത്തരം ഇതുണ്ടായിരിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യ, മക്കള്, സഹോദരന്മാർ, അയൽപ്പക്കം, ഇവരിലൊക്കെ ഇതേ സെയിം സ്വഭാവമുള്ള ആളുകളായിരിക്കും. കാരണം അവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം സ്നേഹം, അല്ലാത്ത സമയത്ത് മുഴുവനും അവർ നമ്മളായിട്ടൊരു ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള ആളുകൾ. പക്ഷെ ഇത്തരം ഈ മൃഗ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഭാഗത്ത് നമ്മൾ പരമാവധി 100% ന്യായമായും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാം. അവരിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കരുത്. കാരണം മൃഗങ്ങളിൽ നിന്ന് നമുക്കൊന്നും, കാരണം മൃഗങ്ങൾക്ക് അറിയില്ലല്ലോ നമ്മൾ മനുഷ്യരാണെന്നുള്ള മൃഗങ്ങൾക്ക് അറിയില്ലെന്ന്. അപ്പം നമ്മൾ അവർ മൃഗങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട കടമ, അവർക്ക് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ കടമ കർത്തവ്യം നമ്മൾ ചെയ്യുക. പക്ഷെ തിരിച്ച് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മൃഗങ്ങളുടെ അടുത്ത്, മൃഗ സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ അടുത്ത് അത് മാത്രമേ സാധ്യമുള്ളൂ. അപ്പം നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിയ പല ആളുകളും കാണാം. നമ്മളെങ്ങനെ ഒരാളെ ചിരിച്ചു വർത്താനം പറയാൻ ശ്രമിച്ചാലും അവർക്കൊരു ആവശ്യം അല്ലാത്ത സമയമാണെങ്കിൽ അവർ അറിയാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ നടക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഏത് ബന്ധങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തൊക്കെ ഇതുണ്ടെന്ന്. അപ്പോൾ മൃഗ സ്വഭാവമുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞില്ല, ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില മതസംഘടനകൾ. അപ്പോൾ അത്തരം ആളുകളാണെങ്കിൽ നമ്മളെപ്പോഴും അവരെ മൃഗങ്ങൾ തന്നെയാണ്, അവർ മനുഷ്യരായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ കടമകൾ, കർത്തവ്യങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതല്ലാണ്ട് അത്തരക്കാരുടെ അടുത്ത് യാതൊരു വഴിയില്ല. കാരണം അവരെ ഇപ്പം നമ്മൾ ഈ വെട്ടാൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് വേദം മോതാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അത്തരം ആളുകളുടെ അടുത്ത് നമ്മൾ പരമാവധി അവരെ അറിഞ്ഞ് നമ്മളൊരു കയ്യകലം തന്നെ നിന്ന് പോകും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി അവർ മൃഗങ്ങളാണ്, ഏത് സമയം അവർക്ക് പിടിച്ചില്ലെങ്കിൽ അവരെ ആക്രമിക്കും, നമ്മൾ എന്തോരം സ്നേഹിച്ചാലും കാര്യമില്ല, തിരിച്ചാക്രമിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇതാണ് ഇതിലുള്ള വഴി. നമ്മുടെ ഭാഗത്ത് കടമയും കർത്തവ്യത്തിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് ഇതിനെ പറ്റി ചോദിക്കാനുള്ളത്?